എന്നെ രക്ഷിക്കാൻ പ്രേമിനെ കഴിയൂ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാം. അച്ഛനെ ധിക്കരിച്ച് എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. എന്തെങ്കിലും ചെയ്താൽ ഞാൻ തെരുവിലാകും. അപ്പോ ഞാൻ അത് നിശ്ചയിക്കേണ്ടത് നിന്റെ അച്ഛനും അമ്മയാണ്. ഞാൻ ഈ ഗതിയിലായത് അവരറിഞ്ഞിട്ടല്ലോ. അതിന് ഉത്തരവാദിത്വം എനിക്ക് മാത്രമല്ലല്ലോ, പകുതി നിനക്കുമുള്ളതാണ്. എന്ന് വെച്ചാൽ അച്ഛനെ അനുസരിക്കാനേ ഇനി എനിക്ക് കഴിയൂ. രേഖ ഇനി എന്നെ പ്രതീക്ഷിക്കണമെന്നില്ല. പ്രേം, പ്രേം. ഇത് അലമാരിയിൽ വെച്ചേക്ക്. നാളെയാണ് ഗംഗാധരന്റെ അവധി. ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മോനെ വിട്ടുതരുമോ? അല്ല, പണം വാങ്ങിയിട്ട് ഇനി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ? അപ്പോ മറ്റു മാർഗങ്ങൾ നോക്കും. ആ മാർഗം നമുക്കിപ്പോഴേ നോക്കിക്കൂടെ? പണത്തിന് നമുക്ക് ആവശ്യമുണ്ട്. അത് കൊടുത്ത് രേഖയുടെ കല്യാണം നടത്താമായിരുന്നു. ബിജു മോൻ ഒരു കൊലപാതകയുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത്. നിനക്കിവിടെ കല്യാണം നടത്തണം. മോഹന്റെ അച്ഛൻ വന്നിരുന്നു. അവർക്ക് വിവാഹത്തിന് തിരക്കാണെന്ന്. അത്ര തിരക്കാണെങ്കിൽ വേറെ പെണ്ണ് നോക്കാൻ പറ. ഈ പണം അതിനുള്ളതല്ല, എന്റെ മോനെ രക്ഷിക്കാനുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്റെ മോനെ തിരിച്ചു കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും വരില്ല. ഈ പണം... നീ ഒന്ന് വെറുതെ ഇരിക്കാമോ? നിനക്കെന്ത് പറ്റി? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സത്യമാണോ ഈ പറഞ്ഞതല്ല? സത്യം മാത്രമല്ല, നടക്കാൻ പോകുന്നതും അതാണ്. നിന്റെ ചേച്ചിയുടെ കല്യാണം. നീ കാട്ടിലും മലയിലും പോലീസിനെ പേടിച്ച് ഒളിച്ചു ജീവിക്കുന്നു. നിന്നെ മോചിപ്പിക്കാൻ 1 ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അയാൾക്ക് നിന്നെ വേണ്ട. ആ തുക സ്ത്രീധനമായി കൊടുത്ത് നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ പോകുന്നു. ഇല്ല, ആ കല്യാണം നടത്തരുത്, നടത്താൻ സമ്മതിക്കരുത്. ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വരൂ, പറയാം.